16-ാം ദിവസം. നീതിമാനായ യൗസേപ്പ് പിതാവിൻ്റെ വിശുദ്ധിയെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ക്രിസ്മസ് നൊവേനയുടെ 2-ാം ദിവസമായ ഇന്ന് ഈശോയുടെ ജനനത്തെപ്പറ്റിയുള്ള ഈ ഐക്കണിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കി എന്താണ് യൗസേപ്പ് പിതാവിന് സംഭവിച്ചതെന്ന് നമുക്ക് ധ്യാനിക്കാം. അതിനു മുമ്പ് ഇരുണ്ട ഭാഗം കല്ലറ അല്ലെങ്കിൽ കബറിടത്തെ സൂചിപ്പിക്കുകയാണ്. ഈ കബറിടത്തിന് മീതെ അല്ലെങ്കിൽ അതിനരികിലാണ് ശവപ്പെട്ടി രൂപത്തിലുള്ള പുൽത്തട്ടിൽ ഉണ്ണീശോ കിടക്കുന്നത്. നമ്മൾ മറ്റൊരു ദിവസം പറഞ്ഞതുപോലെ അന്ധകാരത്തെയും മരണത്തെയും ജയിച്ച യേശുവിൻ്റെ പ്രതീകമാണിവിടെ. ഈശോയുടെ ജനനം തന്നെ മരണത്തെ ജയിച്ചതിൻ്റെ തുടക്കമാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷകൻ യെശയ്യാ പ്രവാചകൻ്റെ വാക്കുകൾ ഈ സമയത്ത് ഉച്ചരിക്കുന്നത്. അന്ധകാരത്തിൽ കിടന്നവർക്ക് ഒരു പ്രകാശം ഉദിച്ചുവെന്ന്. പ്രസവശേഷം പരിശുദ്ധയമ്മ പേർപ്പിൾ കളർ ഉള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് രാജകീയമായി കിടക്കുന്നു. കിടക്കയിൽ വിരിച്ചിരിക്കുന്ന ചുമലത്തുണി പരിശുദ്ധ അമ്മയുടെ വരാനിരിക്കുന്ന രക്ഷാകര പ്രവർത്തനത്തോട് അനുബന്ധിച്ച സ്നേഹത്തെയും സഹനങ്ങളെയും ആണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ തല വെയിൽ കൊണ്ട് മൂടിയേക്കുന്നത് പ്രസവശേഷവും അവളുടെ കന്യകത്വം നഷ്ടപ്പെട്ടില്ല എന്ന വലിയ രഹസ്യത്തെ കാണിക്കുന്നു. അവൾ അടുത്തു കിടക്കുന്ന കുട്ടിയെ അല്ല നോക്കുന്നത്, മറിച്ച് ദൂരത്തേക്ക്. അവൾ ഇതെല്ലാം ധ്യാനിക്കുകയും ഹൃദയത്തിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് ലൂക്കാ സുവിശേഷകൻ പറയുന്നത് പോലെ ദൂരത്തിലേക്ക് നോക്കി എല്ലാം മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന അമ്മയാണ് നമ്മളിവിടെ കാണുന്നത്. മാലാഖ താൻ ദൈവത്തിൻ്റെ അമ്മയാകുമെന്ന് വെളിപ്പെടുത്തിയതിന് ശേഷം അവളെ വിട്ടുപോയി. ഇപ്പോൾ അവൾ ഒറ്റയ്ക്ക് ജീവിതത്തെ അഭിമുഖീകരിക്കണം. അവളുടെ വാഗ്ദാന ഭർത്താവ് യൗസേപ്പ് പിതാവിൽ നിന്ന് തുടങ്ങി നിരവധി ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. മാലാഖയുടെ ഓരോ വാക്കും അന്നു മുതൽ ഉണ്ടായ ഓരോ സംഭവങ്ങളും ദൈവിക ഇടപെടലും ഒരുപാട് ധ്യാനിക്കാനുണ്ട്. പരിശുദ്ധ അമ്മയുടെ അരികിൽ 2 ഇടയന്മാരും അതുകൂടാതെ എല്ലാ മനുഷ്യരാശിയും പ്രതിനിധീകരിക്കുന്ന ഒരു വൃദ്ധനും ഒരു ചെറുപ്പക്കാരനും മുകളിൽ 3 മാലാഖമാരുമുണ്ട്. ഇനി ഇടതുവശത്തുള്ള വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ രൂപത്തിലേക്ക് നമുക്ക് നോക്കാം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം പറയുന്നത് പോലെ വിശുദ്ധ യൗസേപ്പ് മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഈ നിമിഷം ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ മറിയത്തെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആണ്. യൗസേപ്പ് ആ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കണം എന്ന തൻ്റെ ദൗത്യം ലഭിച്ചതിന് ശേഷം യൗസേപ്പ് പിതാവ് തൻ്റെ ഈ പുതിയ ദൗത്യത്തെക്കുറിച്ച് ചിന്തിച്ചും അതേസമയം ഒരു പ്രലോഭനത്തിൻ്റെ വക്കിൽ ഇരിക്കുന്നത് നമുക്ക് കാണാം. 1-ാം നൂറ്റാണ്ടിലെ ചില അപ്പോക്രിഫ് പുസ്തകങ്ങൾ പറയുന്നതനുസരിച്ച് യൗസേപ്പ് പിതാവ് ബുദ്ധിമുട്ടി ഇരിക്കുന്ന ഈ സമയത്ത് ഒരു ഇടയൻ്റെ കറുത്ത വേഷം ധരിച്ച് പ്രലോഭകൻ അവിടെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ അടുത്തെത്തി. അവൻ ഗ്രീക്ക് പുരാണമനുസരിച്ച് ആളുകളുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുന്ന ഡയോനിസിൻ്റെ രൂപത്തിൽ വടിയും മൂന്തി യൗസേപ്പ് പിതാവിൻ്റെ അടുത്തെത്തി. യുക്തിവാദക്കാരനായ വിശ്വാസത്തിന് നിരക്കുന്നതൊന്നും അംഗീകരിക്കില്ലാത്ത ഡയോനിസ് എന്ന പ്രലോഭകൻ കയ്യിലിരിക്കുന്ന ഉണക്കവടി കാണിച്ചുകൊണ്ട് യൗസേപ്പ് പിതാവിനോട് ചോദിച്ചു, ഈ ഉണക്കവടിക്ക് പൂവിടാൻ, ഫലം കായ്ക്കാൻ കഴിയുമോ? കഴിയാത്തതുപോലെ കന്യകയായ ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുത്രൻ ജനിക്കില്ല എന്ന്. ഉടനെ ആ വടി പൂക്കുകയും സാത്താൻ്റെ ശ്രമം പാഴാവുകയും അങ്ങനെ വിശുദ്ധ യൗസേപ്പ് പിതാവ് തൻ്റെ പ്രലോഭനത്തിൽ നിന്നും അകലുകയും ചെയ്തുവെന്ന് ഈ പുസ്തകം പറയുന്നു. കാനോനിക്കൽ അല്ലാത്ത അപ്പോക്രിഫൽ ആയിട്ടുള്ള ഒരു പുസ്തകമായതിനാൽ നമുക്ക് ഇതിന് ഒത്തിരി അടിസ്ഥാനം കൊടുക്കണ്ട എങ്കിലും പുരാതന കാലങ്ങളിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പരമ്പരാഗതമായി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ഒരു കഥയാണിത്. ആ കുട്ടി പരിശുദ്ധാത്മാവിനാൽ ജനിച്ച ദൈവപുത്രനാണെന്ന് ദൂതനിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചെങ്കിലും യൗസേപ്പിൻ്റെ തലയിൽ എത്ര ചിന്തകൾ കടന്നുപോയി കാണുമെന്ന് ആർക്കറിയാം.
അതുപോലെ തന്നെയല്ലേ നമുക്കും ചിലപ്പോൾ ഒരുപാട് ദൈവീക അനുഭവം ഉണ്ടായെങ്കിൽ തന്നെയും ചെറിയ കാര്യങ്ങൾ മതി പ്രലോഭനങ്ങളിൽ വീഴാനും കിട്ടിയ അനുഭവങ്ങളെല്ലാം മറന്നു പോകാനും. ഇനി നമുക്ക് മറ്റൊരു ഐക്കൺ നോക്കാം. വിശുദ്ധ യൗസേപ്പിൻ്റെ പിതൃരൂപം കാണിക്കുന്ന ഐക്കൺ. ഇവിടെ യൗസേപ്പ് പിതാവ് കുട്ടിയെ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സംരക്ഷണം നൽകുന്ന ഒരു നല്ല അപ്പനായിട്ടാണ് ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റു ചില ഐക്കണുകളിൽ വിശുദ്ധ യൗസേപ്പ് മറിയത്തെ നോക്കുകയും അപൂർവമായി അവളെ സ്പർശിക്കുകയും ചെയ്യുന്നത് കാണാം. ഈ ഐക്കണിൽ പരിശുദ്ധ അമ്മയെയും യൗസേപ്പ് പിതാവിനെയും വേർതിരിക്കുന്ന ഒരു ജനൽ നമുക്ക് കാണാം. സഭാപിതാക്കന്മാരുടെ അഭിപ്രായത്തിൽ ഇത് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ പവിത്രതയെ കാണിക്കുന്നു. കാരണം അത്യധികം പരിശുദ്ധയായ, സുന്ദരിയായ, എല്ലാം തികഞ്ഞ, ഒരു പാപവുമില്ലാത്ത മനോഹരിയായ അമ്മയെ നോക്കിയാൽ മതിയായിരുന്നു. അവളിൽ നിന്നും പരിശുദ്ധിയും എല്ലാ സൗന്ദര്യവും കവിഞ്ഞ് ഒഴുകുന്നതിനാൽ യൗസേപ്പ് പിതാവിന് അവളെ നോക്കിയാൽ മാത്രം മതിയായിരുന്നു. എല്ലാ കൃപയും അനുഗ്രഹവും സാഫല്യമായി തൃപ്തിയായി യൗസേപ്പ് പിതാവ് ആ അമ്മയുടെയും മകൻ്റെയും അടുത്തുകൂടി നടന്നിരുന്നുവെന്ന്. മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയമായതിനാൽ, വിശുദ്ധമായതിനാൽ അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പവിത്രത എന്ന പുണ്യം വിശുദ്ധ യൗസേപ്പ് പിതാവിൽ നമുക്ക് കാണാം. ഇന്നത്തെ കാലത്ത് പല കുട്ടികളും ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിഷാദത്തിൻ്റെ ലോകത്തിലാണ് ജീവിക്കുന്നത്. കാരണം മുതിർന്നവരുടെ ഭാഗത്തു നിന്നോ കൂട്ടുകാരുടെ അടുത്തു നിന്നോ ലൈംഗികപരമായ ദുഃഖ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പലരും എതിർലിംഗക്കാരെ ഭയത്തോടെയും അറപ്പോടെയുമാണ് പലപ്പോഴും നോക്കുന്നത്. വളരെയധികം യുവാക്കന്മാർ ഇന്ന് ഹോമോ ലൈംഗിക ജീവിതത്തിലേക്ക് പോവുകയും മറ്റു ചിലർ സ്വയം ശരീരത്തെ അറപ്പോടെ കാണുകയും മുഖത്തെ സന്തോഷം നഷ്ടപ്പെട്ട് എപ്പോഴും തന്നെ ദുഃഖിതരായി അല്ലെങ്കിൽ ലൈംഗികതയെ ഒരു തിന്മയായി കാണുന്ന ഒരുപാട് കൊച്ചു യുവജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ഇങ്ങനെയുള്ള ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രത്യേകം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. വിശുദ്ധമായ ശരീരം കാത്തു പരിപാലിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് തരണമേ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വേദനകൾ സഹിക്കുന്ന യുവജനങ്ങളുടെ മുറിവുകൾ ഉണക്കി അവർക്ക് യേശുവിനാൽ രക്ഷിക്കപ്പെട്ട സന്തോഷത്തിൻ്റെ അനുഗ്രഹം കിട്ടാനായി നമുക്ക് പ്രാർത്ഥിക്കാം.